ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിലധികമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആദ്യത്തെ പ്ലാന്റ് ഈ സുമാത്ര തന്നെയാണ്. നല്ല പ്ലാന്റാണ്, ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. പ്രൈസ് എല്ലാത്തിനും തന്നെ സ്ക്രീനിൽ കൊടുത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. അടുത്തത് ഈ ലക്സബ് എന്ന ഐഡിയയിൽ വന്ന ഈ പ്ലാന്റാണ്. എനിക്ക് തന്നവർ പറഞ്ഞ ഐഡിയ ആണ് ഞാൻ ഈ പറയുന്നത്. എന്താണെന്ന് കരുതിയാൽ പലതരത്തിൽ ലക്സബിൻ്റെ പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതും ലക്സബ് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ പല കളറുകൾ വന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ ഗ്രീൻ ഐസ് എന്ന ഐഡിയയിൽ വന്ന ഈ പ്ലാന്റാണ്. നല്ല ഡാർക്ക് ഗ്രീനിൻ്റെ അരികിൽ കൂടെ വൈറ്റ് കളർ ലൈൻ വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഗ്രീൻ ഐസ് പ്ലാന്റ്. നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഈ പ്ലാന്റാണ്, ഫ്രോസൺഡ് മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിന് കളറുകളൊന്നും വന്നിട്ടില്ല. തായ് ഫ്രോസൺ തന്നെയാണ്, പക്ഷേ ഒരു കളറുകളും എടുത്ത് കാണിക്കാൻ വേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, പിങ്ക് കളറുള്ളത്. ഇതിൻ്റെ ഐഡിയ എനിക്ക് ശരിക്കറിയത്തില്ല. ഇതും സെയിലിനായിട്ടുണ്ട്. പ്ലാൻസ് എല്ലാം തന്നെ DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് അയയ്ക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരിക. അടുത്തത് മിൽക്കി വേയുടെ ഈ പ്ലാന്റാണ്. മദർ പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഈസി ആയിട്ട് വളർത്തുകയും പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്ന് നിറയുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് അഗ്ലോണിമ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് തന്നെയാണ്. ശരിക്കും മദർ പ്ലാന്റ് തന്നെയാണ്. വലിയ ലീഫൊക്കെ ആയ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ ആവുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് റെഡ് പനാമയുടെ ഈ കാണുന്ന പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. നടുലിൽ ചില പ്ലാന്റിനൊന്നും ഇത്രയും റെഡ് കളർ വരത്തില്ല, മിഡിലിൽ ഇലയുടെ നടുക്ക്. പക്ഷേ ഇതിന് നന്നായിട്ട് റെഡ് കളർ വന്ന ഒരു പ്ലാന്റാണ്. ചിലതിന് ഒരു വര പോലെ മാത്രമേ കാണാറുള്ളൂ. അടുത്തത് ഇച്ചിരി വിലയുള്ളൊരു പ്ലാന്റാണ്. റെഡ് ആർമി എന്ന ഐഡിയയിൽ വന്ന ഒരു പ്ലാന്റാണ്. ആർമിയുടെ യൂണിഫോമിൻ്റെ പാറ്റേണുകളൊക്കെ ഇലയിൽ വരുന്ന ഒരു പ്ലാന്റാണ്. രണ്ട് പ്ലാന്റ് ഉണ്ട്, ഗ്രീൻ ആർമി, റെഡ് ആർമി. ഗ്രീൻ ആർമിക്ക് ഗ്രീൻ കളർ കൂടുതലാണ്. റെഡ് ആർമിക്ക് ഈ ഡിസൈനിൻ്റെ ഇടയിലൂടെയൊക്കെ ചെറിയ ചെറിയ റെഡ് കളറിലെ ലൈനുകളൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതെല്ലാവരുടെയും കയ്യിലൊന്നും അധികം കാണാത്ത ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ വിഡിലാന്തസിൻ്റെ ഈ പ്ലാന്റാണ്. 50 റുപ്പീസാണ്. എല്ലാത്തിനും തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും പ്ലാൻസിൻ്റെ എല്ലാം പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. അടുത്തത് ലക്കി പിങ്കിൻ്റെ ഈ പ്ലാന്റാണ്. എബോവ് മീഡിയം സൈസ് വരുന്ന ഒരു പ്ലാന്റാണ്. വലുതാകുന്ന പ്ലാന്റ് തന്നെയാണ്. ചില പ്ലാന്റുകളൊക്കെ റോട്ടാൻഡൻ ടൈഗറൊക്കെ ചെറിയ പ്ലാന്റുകളായിരിക്കും, പക്ഷേ ഇത് വലിപ്പം വെക്കുന്ന പ്ലാന്റ് തന്നെയാണ്. നല്ല ഇളം റോസ് കളറുള്ള ഒരു പ്ലാന്റാണത്. അടുത്തത് പിങ്ക് ഡാൽമേഷൻ്റെ കുറച്ച് പ്ലാന്റുകളാണ്. പിങ്ക് ഡാൽമേഷൻ്റെ 2 തരം പ്ലാന്റുകളുണ്ട്. ഒരു പ്ലാന്റിൻ്റെ ഇല നല്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ല ഡാർക്ക് പിങ്ക് കളറൊക്കെ പുള്ളി ഡോട്ടായിട്ട് വന്ന ഒരു പ്ലാന്റ്. മറ്റേ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിന് ഒരു നാരോ ലീഫാണ്, കുറച്ചുകൂടി ഒരു നാരോ ലീഫാണ്, നീളമുള്ള ഇലയാണ്. പക്ഷേ ഇത്രയും പിങ്ക് കളറ്, പിങ്ക് ഡോട്ടുകൾ അതിന് വന്നിട്ടില്ല. ഇതാണ് ഒരു തരം പിങ്ക് ഡാൽമേഷൻ. ഇതിന് നല്ല ഡാർക്ക് പിങ്ക് ഡോട്ട്സ് വന്ന പ്ലാന്റുകളാണ്. നിറയെ ഡോട്ട്സ് ഉണ്ട് പിങ്ക് കളറിൽ. ഒരു വട്ടത്തിലുള്ള ഒരു ഇലയാണ്. പക്ഷേ ഇത് അടുത്ത പിങ്ക് ഡാൽമേഷനാണ്. ഇതിൻ്റെ ഇല ഒരു നീണ്ട ഇലയാണ്. പിങ്ക് കളറൊന്നും അത്ര തെളിഞ്ഞു വന്നിട്ടില്ലാത്ത, പിങ്ക് ഡോട്ടുകൾ തെളിഞ്ഞു വരാത്ത ഒരു പ്ലാന്റാണ്. ഇത് രണ്ടും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ചെറിയ ഏകദേശം ബിലോ മീഡിയം സൈസുള്ള പ്ലാന്റ്സും എബോവ് മീഡിയം സൈസുള്ള പ്ലാന്റ്സും മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ് സെയിലിനായിട്ട്. അടുത്തത് ചൈന റെഡിൻ്റെ ഈ പ്ലാന്റാണ്. മദർ പ്ലാന്റ് തന്നെയാണ്, വലിയ പ്ലാന്റാണ്. പിങ്ക് കളറ് പൂർണ്ണമായിട്ടും വന്നില്ല, ഗ്രീൻ കൂടുതലുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഗ്രീൻ എമറാൾഡിൻ്റെ ഒരു പ്ലാന്റാണിത്. ഗ്രീൻ എമറാൾഡ് ആണെങ്കിലും ചെറുതായിട്ട് പിങ്ക് ഡോട്ടുകളുള്ള ഒരു പ്ലാന്റാണ്. ഇതിനെന്താണെന്നറിഞ്ഞില്ല, ഒരിലയ്ക്ക് ഭാഗത്ത് ഗ്രീൻ മാത്രവും ബാക്കി ഭാഗത്ത് ചെറിയ ചെറിയ പുള്ളികളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. പുതിയ ഇല വരുന്നതിന് ഒരു ലൈറ്റായിട്ടൊരു പിങ്ക് കളർ വരുന്ന ഒരു പ്ലാന്റാണ്.
ഗ്രീൻ എമറാൾഡ് എന്നാണ് പക്ഷേ ഐ ഡി വന്നത്. പിങ്ക് എമറാൾഡ് വേറെ പ്ലാന്റ് ഉണ്ട്, ബ്ലാക്ക് എമറാൾഡും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഐ ഡി അങ്ങനെയാണ് വന്നത്. ഇതും കുറച്ച് വിലയുള്ളൊരു പ്ലാന്റാണ്. ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്, മദർ പ്ലാന്റ് തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ എൻഡ് വരെ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊക്കെ നിലനിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഈ തായ് വൈറ്റിൻ്റെ ഈ പ്ലാന്റാണ്. തായ് വൈറ്റിൻ്റെ വലിയ പ്ലാന്റ് തന്നെയാണ്. തായ് വൈറ്റിൻ്റെ പ്യുവർ വൈറ്റാണ്, അങ്ങും ഇങ്ങും ഗ്രീൻ കളർ മാത്രം വരുന്ന പ്ലാന്റുകളാണ്. നമുക്ക് തിരിച്ചറിയാനൊക്കെ എളുപ്പമാണ്. ഇത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. ഇതിൽ ഗ്രീൻ കലർന്നൊരു വൈറ്റാണ് ഇതിന് വരുന്നത്. തായ് വൈറ്റിന് പ്യുവർ നല്ല വെള്ള കളറാണ്. ഇതിന് ഗ്രീൻ കുറച്ച് കൂടുതലുണ്ട്. ഇലയുടെ വൈറ്റിനും ഒരു ഗ്രീൻ മിക്സ് ആയ പോലുള്ള ഒരു വൈറ്റ് കളറാണ്. ചിലപ്പം സൺലൈറ്റൊക്കെ പ്രോപ്പറായിട്ട് കിട്ടിക്കഴിയുമ്പം നല്ല വൈറ്റ് കളറാകുമായിരിക്കും. പക്ഷേ രണ്ടും രണ്ട് പ്ലാന്റുകളാണ്. തായ് വൈറ്റും സൂപ്പർ വൈറ്റും രണ്ടും സെയിലിനായിട്ടുണ്ട്. അടുത്തത് ഈ മഹാശക്തി സെൻസ്റ്റാർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മദർ പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. പിങ്ക് കളറും നന്നായിട്ട് വന്ന ഒരു പ്ലാന്റാണ്. ഇലകൾക്കൊക്കെ നല്ല വലിപ്പം, സാധാരണയുള്ളതിനേക്കാളും വലിപ്പം വന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ വില കുറവാണ്. ചെറിയ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുമുണ്ട്. മീഡിയം സൈസ് പ്ലാന്റ്സും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഈ കാണുന്നത് ഒരു മിൽക്കി വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഈ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ ആദ്യം ഒരു ഈ ട്രൈ കളർ പോലെ ഒരില വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് എന്തെങ്കിലും ഡാമേജ് ആണെന്ന് കരുതി കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തൊരു വിലയും അങ്ങനെ തന്നെ വന്നു. അതും സെയിലിനായിട്ടുണ്ട്. അടുത്തത് ഈ ഗ്രീൻ ലിസയുടെ ചെറിയ പ്ലാന്റാണ്. സെൻസ്റ്റാറിൻ്റെ ചെറിയ പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഗ്രീൻ ലിസയും സെൻസ്റ്റാറും. ഗ്രീൻ ലിസയിലും നല്ല പിങ്ക് ഡോട്ടൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. സെൻസ്റ്റാറിൻ്റെ കുറച്ച് 2-3 സൈസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഇതിന് ആ മദർ പ്ലാന്റ് പോലെ കളറൊന്നും വന്നിട്ടില്ല. ജയ്പോങ് റെഡിൻ്റെ ഈ പ്ലാന്റും അവൈലബിൾ ആണ്. നല്ല റെഡ് കളറൊക്കെ, പുതിയ ഇലകളെല്ലാം നല്ല റെഡ് കളറിൽ വന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ. അടുത്തത് ഈ കാണുന്ന ഫിലോഡെൻഡ്രോൺ ആണ്. റെഡ് ഹാർട്ട് എന്ന ഐ ഡിയിലുള്ള ഫിലോഡെൻഡ്രോൺ ആണ്. ജിഫി സൈസ് ഉള്ള ജിഫി ബാഗിലുള്ള പ്ലാന്റുകളാണ്. പക്ഷേ ഇലകളൊക്കെ വലുതായി നമുക്ക് നട്ടാൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, ബ്ലാക്ക് കർഡിനാൾ എന്ന ഐ ഡിയിൽ വന്നത്. അടുത്തത് ഈ ഫിഗാണ്. ഇതാണ് സൈസ് വരിക. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതും നല്ല ഡിമാൻഡ്, എല്ലാവരും വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടി നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. ഇൻഡോറിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്തത് ഈ ഫേണാണ്, ബേർഡ് നെസ്റ്റ് ഫേൺ. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. ഫേണുകളിൽ ഈ ഫേണിന് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. അതും ജിഫിയിലുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന സിങ്കോണിയമാണ്. വൈറ്റ് സ്പ്ലാഷ് ആണെന്ന് തോന്നും. ഇതും ജിഫി സൈസ് പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ ഫേണാണ്, ട്രീ ഫേൺ. ഇതിനും എപ്പോഴും ഡിമാൻഡുണ്ട്. ഈ സൈസാണ് വരിക. ഇതും ജിഫിയിലുള്ളതാണ്. അടുത്തത് ഈ ബ്രോൺസെ എന്ന സിങ്കോണിയമാണ്. ഇത് വലുതാകുന്ന സിങ്കോണിയമാണ്, പക്ഷേ ഇപ്പോൾ സൈസ് ചെറുതാണ്, ജിഫി സൈസാണ്. നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയമാണ്. ബ്രോൺസെ എന്ന് പറയുമ്പോൾ ആ കളർ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഐ ഡി വന്നിരിക്കുന്നത്. അടുത്തത് ഈ മിനി പിക്സി എന്ന ഐ ഡിയിലാണ് ഇത് വന്നത്. ഈ സിങ്കോണിയവും ഇതും ജിഫി സൈസ് പ്ലാന്റാണ്. ഇതും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സിങ്കോണിയം ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അടുത്തത് ഈ ഇതാണ്, മിക്കി മൗസ് ആണെന്ന് തോന്നുന്നു സിങ്കോണിയം. എല്ലാത്തിലും ഇതേ ഐ ഡി തന്നെ വരുന്ന പ്ലാന്റുകളില്ലേ. അടുത്തത് ഈ പിക്സി എന്ന ഐ ഡിയിൽ വന്ന സിങ്കോണിയമാണ്. ഇതും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതാണ് വീണ്ടും വീണ്ടും പറയാത്തത്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. അടുത്തത് ഇത് പിങ്ക് നാരോ ആണെന്ന് തോന്നുന്നു സിങ്കോണിയം. എല്ലാം ജിഫിയാണ്. വീണ്ടും വീണ്ടും ജിഫി ആണെന്ന് പറയുന്നത് ചിലപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ജിഫി ആണല്ലോ. ഫോട്ടോയും വീഡിയോയും കാണുന്നതിൽ നിന്ന് ചിലപ്പം ചിലർക്കൊക്കെ വ്യത്യാസം തോന്നും, അതുകൊണ്ടാണ് പറയുന്നത്. ആ കണ്ട സിങ്കോണിയവും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സിങ്കോണിയമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകത്തില്ല. സിങ്കോണിയത്തിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് വേറെ പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും.
ഫിലോഡെൻഡ്രോണും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേറെ നോഡിൽ നിന്നും കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകത്തില്ല. അടുത്തത് ഈ ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സും അവൈലബിളാണ്. പേൾ ഓഫ് മെലോയും അവൈലബിളാണിപ്പോൾ. എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് പറയാഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു അഗെയിൻ.